ഒടുവിൽ മലയാള മാധ്യമങ്ങളും പറയുകയാണ് RSSന്റെ തന്ത്രമാണ് ഡൽഹിയിൽ വിജയിച്ചിരിക്കുന്നത് എന്ന്. ഏറെക്കാലമായി RSS ഇവിടെ വളരെ സൂക്ഷ്മമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങൾക്കൊക്കെ ഇപ്പോഴാണ് മനസ്സിലായതെന്ന് തോന്നുന്നു RSSന്റെ ശക്തി. ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളിൽ ഒന്നാണ് മലയാള മാധ്യമങ്ങൾ RSSനെ പറ്റി പ്രകീർത്തിച്ച് എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെപ്പറ്റി അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. ഹരിയാനയിലെ ഇലക്ഷനിൽ നമ്മൾ പറയുന്നത് പോലെ BJP പരാജയപ്പെടും എന്നായിരുന്നു ഭൂരിഭാഗം ഈ പറയുന്ന ഇലക്ഷൻ പോൾ സർവേകളും ഒക്കെ പറഞ്ഞിരുന്നത്. അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി RSSന്റെ അടിത്തട്ട് വർക്ക് അവിടെ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ലോക്സഭാ ഇലക്ഷന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ജയിപ്പിക്കാനോ അല്ലെങ്കിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനോ BJPയെ സഹായിക്കുന്ന വിധത്തിൽ RSS നേരിട്ടിറങ്ങിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം മഹാരാഷ്ട്രയിൽ നമ്മളത് കണ്ടു. മഹാരാഷ്ട്രയിലും കൃത്യമായ RSSന്റെ മേൽനോട്ടം അവിടെ ഉണ്ടായിരുന്നു. അവിടെ RSS നിർദ്ദേശപ്രകാരമാണ് ഫ്രീ ബി പൊളിറ്റിക്സ് എടുത്ത് അവിടെ പയറ്റിയത്. ഫ്രീ ബി പൊളിറ്റിക്സ് എടുത്ത് പയറ്റുന്നു എന്ന് പറയുമ്പോൾ എല്ലാം സൗജന്യമായി കൊടുക്കുക എന്നുള്ളതല്ല, വളരെ കണ്ണിങ് ആയി ചില കാര്യങ്ങൾ ഫ്രീ ബി പൊളിറ്റിക്സിലൂടെ മഹാരാഷ്ട്രയിൽ ഫഡ്നവിസിൻ്റെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന ശിവസേനയും ഒക്കെ കൂടെ ചേർന്ന് ചെയ്തു എന്നുള്ളതാണ് നമ്മളവിടെ കാണേണ്ടത്. ശിവസേനയും NCPയെയും ഒന്നും അല്ലാതാക്കി കളഞ്ഞു അവിടെ RSSന്റെ തന്ത്രം. ഇവിടെ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഡൽഹി സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ വരെ ഈ പറയുന്ന പോളുണ്ടല്ലോ, അതായത് എക്സിറ്റ് പോളുകൾ, പോസ്റ്റ് പോളുകൾ, പ്രീ പോൾ സർവേകൾ ഒന്നും തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരാരും വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല. പല രാഷ്ട്രീയ നിരീക്ഷകന്മാരോടും അല്ലെങ്കിൽ നമ്മളെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഒരു സംശയം ബാക്കി നിന്നിരുന്നു എല്ലാവരിലും. ആപ്പ് ഒരു ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ആപ്പ് കയറി വരും എന്നുള്ളതായിരുന്നു ഒരു നിഗമനം എന്ന് പറയുന്നത്. പക്ഷേ ടുഡേയ്സ് ചാണക്യ എന്ന് പറയുന്ന അവർ മാത്രമാണ് പിറ്റേ ദിവസം ഒരു ദിവസം കൂടെ എടുത്തുകൊണ്ട് കൃത്യമായ അവലോകനം നടത്തി അവർ റിസൾട്ട് പ്രഖ്യാപിച്ചു. ആ റിസൾട്ടിനോട് ചേർന്ന ഒരു ഫലമാണ് ഇന്ന് വന്നത്. 45-നും 50-നും ഇടയിൽ സീറ്റ് എന്നുള്ള ആ ഒരു ഫലപ്രവചനമുണ്ട്. അതിനോടനുബന്ധിച്ച ഫലം തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ് ഈ പറയുന്ന, അതെ, കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ് ഈ ചാണക്യയുടെ എക്സിറ്റ് പോൾ. നോക്കണം, ഒരു 8 സീറ്റിൽ നിന്ന് 47-48 സീറ്റിലേക്ക് BJPയെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് നടത്താൻ BJP മാത്രം വിചാരിച്ചാൽ നടക്കുമായിരുന്നില്ല. അതിന്റെ പുറകിൽ കളിച്ചത് തീർത്തും ആരായിരുന്നു? RSS ആയിരുന്നു. ഇനി അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു RSSന്റെ പ്രവർത്തനം? അതെ, ഞാൻ പറഞ്ഞു, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം തൊട്ട് മുമ്പ് ഒരു ചാനലിൽ എഴുതിയത്, അവിടെ പറയുന്നത് കേട്ടത്, RSS കേന്ദ്രീകരണത്തിന് പകരം വികേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു. സാധാരണക്കാർക്കിടയിലും എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും RSS പ്രവർത്തിക്കുകയും RSS കളത്തിലിറങ്ങിക്കളിച്ച തെരഞ്ഞെടുപ്പ്, അങ്ങനെ ആ കളത്തിൽ ഇറങ്ങി കളിച്ച തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി തൂത്തുവാരിയിരിക്കുന്നു BJP എന്ന് പറഞ്ഞിട്ട്. അതായത് സാധാരണഗതിക്ക് അങ്ങനെ RSSനെ പറ്റി ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും പറയാറില്ല. BJPയുടെ വിജയം, BJPയുടെ അത് എന്നൊക്കെ പറയുമ്പോൾ RSS എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ അങ്ങനെ ഈ മാധ്യമങ്ങൾ തൊടാറില്ല. അപ്പോൾ എപ്പോഴാണെന്നറിയോ തൊടുക, എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഇപ്പം അതെ പശുവിനെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ RSSൻ്റെ പേരിലെടുത്തിടും. ഈ പശു വധവുമായി ബന്ധപ്പെട്ട് ബീഫ് പിന്നെ കയ്യിൽ വെച്ച ആളുകളെ തല്ലിക്കൊന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പല സംഘടനകളും, ഇപ്പോൾ ഹിന്ദു മഹാസഭ, അതുപോലെ തന്നെ ചില ഹാർഡ് കോർ ഹിന്ദുയിസ്റ്റ് സംഘടനകളുണ്ട്, ഇവരിലെ പല ആളുകളെയാണ് പിടിക്കുന്നത്. ഈ ആളുകൾക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ പേരെങ്ങനെയാണ് വരിക? പേര് വരിക RSSൻ്റെതാണ് വരിക. RSSകാർക്ക് തന്നെ തിരിയുന്നില്ല ഇത് എന്തിനാണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ RSSനെ തിന്മയുടെ വാർത്തകൾ വരുമ്പോൾ മാത്രം RSSനെ പറ്റി പറയുകയും ഈ ഒരു പൊളിറ്റിക്കൽ വിജയം വരുമ്പോൾ RSSനെ പറ്റി പറയാതിരിക്കുകയും ചെയ്ത മാധ്യമങ്ങൾക്ക് ഇന്ന് തിരുത്തേണ്ടി വന്നിരിക്കുന്നു. ഒടുവിൽ ഞാൻ കണ്ട ഒരു കമൻറ്റ്, അവസാനമായിട്ട് കണ്ട ഒരു കമൻറ്റ് എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട അടുപ്പുകൂട്ടി ചർച്ചയൊക്കെ നടത്തുന്ന ഒരു ചാനലിൻ്റെ അടിയിലുള്ളൊരു കമൻറ്റാണ് കണ്ടത്. അതായത് BJP തോൽക്കും, ആപ്പ് ജയിക്കും എന്ന് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന ആ മാധ്യമത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നു BJP വൻ വിജയം നേടിയിരിക്കുന്നു, തൂത്തുവാരിയിരിക്കുന്നു, RSSന്റെ കളികൾ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ പലതും ആളുകൾ വിളിക്കാറുണ്ട്, പല പേരുകളും വിളിക്കാറുണ്ട്. അപ്പോൾ RSS വിജയിച്ചിരിക്കുന്നു എന്ന് ആ ചാനലിൽ എഴുതി കാണിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുഖം വേറെയാണ് എന്ന് ഒരാൾ എഴുതി കമൻറ്റിലിട്ടത് കണ്ടു.
അപ്പോൾ ആ രീതിയിലേക്ക് RSS ഇവിടെയുള്ള എന്താണ് ഈ പറയുന്ന ഒരു തരം പൊല്യൂട്ടഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ എന്ന് പറയും. അതായത് പൊല്യൂട്ടഡ് എന്ന് ഞാൻ പറയുന്നത് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് മീൻസ് ഒരു പ്രത്യേക പ്രശ്നമുള്ളതുകൊണ്ടല്ല, BJP യോടുള്ള അസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു സാധനം. ഈ സുഡാപ്പിവൽക്കരണത്തിൻ്റെ അങ്ങേയറ്റത്തെത്തി നിന്നാലും അതൊന്നും പ്രശ്നമല്ല, BJP ആണ് പ്രശ്നമെന്ന് പറയുന്ന ആളുകൾക്ക് തിരുത്തേണ്ടി വന്നിരിക്കുന്നു, തിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇനി ഗൗതം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. എന്താണ് RSS ഡൽഹിയിൽ ചെയ്തത്? എങ്ങനെയാണ് RSS ഡൽഹിയെ വിജയിപ്പിച്ചെടുത്തത്? കൃത്യമായ പ്ലാൻ BJPക്ക് ഉണ്ടായിരുന്നു. അതിനെ മേൽനോട്ടം വഹിക്കാൻ RSS ഉണ്ടായിരുന്നു. ഒരു വർഷം മുമ്പേ തന്നെ RSSൻ്റെ ഈ പറയുന്ന ചുമതലയിലുള്ള ആളുകളെ ഇലക്ഷൻ ചുമതലയിലേക്ക് RSS വിനിയോഗിച്ചിരുന്നു. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അഴിമതി വിരുദ്ധ മുഖച്ഛായ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് മുന്നിലേക്ക് വെച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വന്ന അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ഭവനം ആഡംബര വസതി മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് 50 ലക്ഷം 60 ലക്ഷം രൂപയുടെ കർട്ടൻ, അതായത് ഒരു കർട്ടനാണ് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട കർട്ടൻ 50 ലക്ഷം രൂപ ബില്ലിട്ട് വാങ്ങുന്നു. നീന്തൽക്കുളം മോടി പിടിപ്പിക്കാൻ കോടികൾ, അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ കസേര, പ്രത്യേക സോഫകൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നു. AC എന്ന് പറയുന്നത് 40 AC ആണ് പുതിയതായിട്ട് വാങ്ങിയത്. ഏറ്റവും വില കൂടിയ 40 AC, സാധാ AC അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നു. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ആരോപണം ഉയർത്തിയത് ആരാ? BJP ആണോ? അല്ല, കോൺഗ്രസ് ആണ് ആരോപണം ഉയർത്തിയത്. ആ കോൺഗ്രസ് ആരോപണം ഉയർത്തിയതിൻ്റെ പേരിൽ കൃത്യമായി BJPയുടെ ഗവൺമെൻറ്റിന് കീഴിൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലുള്ള സംഘടനകൾ ഇത് അന്വേഷിച്ചു. പ്രതിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ എല്ലാ സമയത്തും പൊളിറ്റിക്കൽ പാർട്ടികൾ ചെയ്യുന്നത് പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സിൽ നിന്നില്ല. ഈ പറയുന്ന കെജ്രിവാളിനെ പൂട്ടാൻ തന്നെ അവർ തീരുമാനിച്ചു എന്നുള്ളതാണ്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് സുപ്രീം കോടതി വരെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറയുന്ന ഈ ഇരവാദം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ആർക്ക് മനസ്സിലായി? ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിക്ക് മനസ്സിലായി, അത് സുപ്രീം കോടതി വരെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് ആം ആദ്മി പാർട്ടി വലിയ തകർച്ചയുടെ വക്കിലേക്ക് എത്തി. ഇത് കൃത്യമായി RSS വിലയിരുത്തുകയും അവിടെയാണ് RSSൻ്റെ പ്ലാൻ നടന്നത്. യഥാർത്ഥത്തിൽ ഡൽഹിയിലുള്ള പ്രശ്നം എന്തായിരുന്നു? ഡൽഹിയിലുള്ള പ്രശ്നം ശുദ്ധവായുവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടാമത്തത് മാലിന്യ പ്രശ്നം ഉണ്ടായിരുന്നു. മൂന്നാമത്തത് അവിടെ ചേരി നിവാസികൾക്ക് യാതൊരു വിധത്തിലുള്ള പരിഗണനയും കിട്ടിയിരുന്നില്ല. അവിടെ ഒരു വലിയ മേൽത്തരം ജനങ്ങൾക്കും ഇടത്തരം ജനങ്ങൾക്കും ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് മനസ്സിലാക്കി RSS ഈ പറയുന്ന ചേരികളിൽ പ്രവർത്തനം ആരംഭിച്ചു. അവിടെയുള്ള ആളുകളോട് പറഞ്ഞത്, ചേരികൾ മാറ്റി നിങ്ങൾക്ക് ഭവനം വെച്ച് തരും, വീട് വെച്ച് നൽകും എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു മാറ്റമായിരിക്കും. കാരണം ഡൽഹിയിലെ ചേരികൾ നമുക്ക് പല നേതാക്കന്മാരും വരുമ്പോൾ അത് മതിൽ കെട്ടി മറയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു. ലോക നേതാക്കളൊക്കെ വരുമ്പോൾ അത് നമുക്കൊരു വലിയ പ്രശ്നമായിരുന്നു. ഇനി അത് മാറുകയാണെങ്കിൽ ഇത് വലിയ ഒരു വിജയം തന്നെയാണ്, ഇന്ത്യയുടെ മുഖച്ഛായ മാറും. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു പ്രചാരണം അവരുടെ മുമ്പിലേക്ക് വെക്കുന്നു. മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടിന് മുന്നിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയ ആളുകൾ അവിടെ കെജ്രിവാളിൻ്റെ വീടിന് മുമ്പിൽ കൊണ്ടുപോയി മാലിന്യം ലോറിയിലാക്കി തട്ടിയിട്ട് ഇത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അനാസ്ഥ മൂലം സംഭവിച്ചതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ പറയുന്ന മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തു ചെയ്തു പറയുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് ചോദിക്കുന്നു. ഇതിന് കൃത്യമായൊരു പരിഹാരമുണ്ട്. പുതിയ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും ഓക്സിജൻ സാച്ചുറൈസേഷൻ കൂട്ടുന്ന രീതിയിലുള്ള പുതിയ ശാസ്ത്രീയമായ രീതികൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും BJP വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ RSSൻ്റെ ഒരു നിർദ്ദേശപ്രകാരമായിരുന്നു. ഒരു കാര്യം കൂടി പറയാം, 50,000-ൽ പരം കുടുംബയോഗങ്ങളും ചെറിയ ചെറിയ യോഗങ്ങളും നടത്തി അവിടെ ഓരോ ആളുകളെയും വിന്യസിച്ച് പ്രചാരകന്മാർക്ക് ചുമതല കൊടുത്ത് RSS കളിച്ച കളിയാണ് ഇന്ന് ഡൽഹിയെ BJPയെ ഈ അധികാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷം അത് മലയാളത്തിലെ മാധ്യമങ്ങൾക്കും മനസ്സിലായിരിക്കുന്നു. ഡൽഹിയിൽ അധികാരത്തിൽ വന്നവരൊക്കെ 10 വർഷമെങ്കിലും ഇരിക്കാറുണ്ട്. ഇനിയും RSS ഒരു 10-20 വർഷമെങ്കിലും ഡൽഹിയിൽ ഇരിക്കുമെന്നാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. കാരണം അവർക്കവിടെ പൂർത്തീകരിക്കാനായിട്ട് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത ടേമിലും ഡൽഹിയിലെ ജനങ്ങൾ BJPക്ക് തന്നെ അധികാരം നൽകും.